കോഴിക്കോട് അഴുക്കുചാലിൽ നിന്നും അതിഥി തൊഴിലാളിയെ രക്ഷിച്ച സംഭവത്തിൽ വഴിത്തിരിവുണ്ടാവുകയാണ്. ബംഗാൾ സ്വദേശി അജയ് ഉറവ് അഴുക്കുചാലിൽ വീണതല്ല, ബോധപൂർവം ഒളിച്ചിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളുമായി വഴക്കിട്ടതിനെ തുടർന്നാണ് അഴുക്കുചാലിൽ ഒളിച്ചത്. KV രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇന്നലെ ഫയർഫോഴ്സ് ഒക്കെ എത്തിയിട്ടാണ് ഇയാളെ പുറത്തേക്ക് എടുക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനമൊന്നും വേണ്ട, അയാൾ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. തിരിച്ചയാൾക്ക് തന്നെ കയറി വരാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അക്ഷയ്, അങ്ങനെ ആയിരുന്നില്ല. ഏറെ കഷ്ടപ്പെട്ടാണ് ഇയാളെ ഈ ഓടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ബംഗാൾ സ്വദേശി ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറി ഒളിച്ചിരുന്നു. പക്ഷെ പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അകത്ത് പെട്ടുപോയി എന്നുള്ളതാണ്. കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള അഴുക്കുചാലിൽ നിന്നാണ് ഇന്നലെ ഏറെ കഷ്ടപ്പെട്ട് ഫയർഫോഴ്സ് ഇയാളെ രക്ഷപ്പെടുത്തിയിരുന്നത്. ആ സമയത്ത് തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നടന്നു പോകുന്ന ഒരാൾ ഇങ്ങനെ വീണ് അതിന് ഉള്ളിൽ കുടുങ്ങിപ്പോകാൻ മാത്രമുള്ളൊരു തുറന്നിട്ട ഓട ആയിരുന്നില്ല അത്. നല്ല സ്ലാബൊക്കെ തന്നെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഓടയിൽ ഇങ്ങനെ ആ സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഓടയിൽ നല്ല ഒഴുക്കുണ്ടാവുകയും അതിലൂടെ അബദ്ധത്തിൽ വീണ് ഒഴുകിയെത്തുകയും ചെയ്യണം എന്നതാണ്. അങ്ങനെ ഒരു യാതൊരു സാധ്യതയും ഇല്ലതാനും. പിന്നീടാണ് ഏതായാലും ഇതിലൊരു വ്യക്തത വരുന്നത്. സ്വമേധയാ ഓടയിൽ കയറി ഒളിച്ചിരിക്കുകയും പിന്നീട് കുടുങ്ങിപ്പോവുകയുമായിരുന്നു. പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ അതിനകത്ത് അകപ്പെട്ടു പോയി എന്നാണ് ഈ ബംഗാൾ സ്വദേശിയായ അജയ് ഉറവ് നിലവിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെ കാരണം സുഹൃത്തുക്കളുമായി വഴക്കിട്ടു. പിന്നീട് അവരിൽ നിന്ന് ഓടി മാറി ഓടയ്ക്ക് അടിയിലേക്ക് കയറി ഒളിക്കുകയായിരുന്നു എന്നതാണ്. കണ്ണൂരിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു. ട്രെയിനിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം വന്നിരുന്നത്. ട്രെയിനിൽ വെച്ച് തന്നെ സുഹൃത്തുക്കളുമായി വാക്കുതർക്കമായി. പിന്നീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോയി എന്നാണ് ഇയാൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിപ്പോയി പുഷ്പ ജംഗ്ഷനിലാണ് പിന്നീട് എത്തുന്നത്. അവിടെ ഓടയ്ക്ക് അടിയിലേക്ക് പോവുകയായിരുന്നു. ഞാനീ പറഞ്ഞതുപോലെ അടിയിൽ കുടുങ്ങി കയറിപ്പോയൊരാവേശം തിരിച്ചിറങ്ങി വരുന്ന കാര്യത്തിൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല എന്നതാണ്. പിന്നീട് കൈ പുറത്തേക്ക് കാണിച്ച് സഹായം തേടിക്കാൻ ഉണ്ടായത്. അങ്ങനെയാണ് കണ്ടയാളുകൾ, ദൃക്സാക്ഷികൾ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഈ ഓടയ്ക്ക് അടിയിൽ നിന്ന് ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ അജയ് ഉറവിനെ അതെ തീരെ ചെറുപ്പക്കാരാണ് അക്ഷയ്. അതായത് വീണു പോകാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാനുള്ള കാരണം അവിടെ അങ്ങനെ ഒരു സാഹചര്യമുള്ള സ്ഥലമല്ല എന്നതുകൂടിയാണ്. ഒപ്പം ഈ അജയ് ഉറവ് ആകെ ധരിച്ചിരുന്നത് ഒരു ട്രൗസർ മാത്രമാണ്. അപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾ ഇങ്ങനെ ട്രൗസർ മാത്രം ഇട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളായിരിക്കണം എന്നതുകൂടിയാണ്. അപ്പോൾ ചെറിയൊരു ചെറുപ്പക്കാരനാണ്, തീരെ മെലിഞ്ഞ ശരീരമുള്ള ആളാണ്. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളുമായുള്ള ദേഷ്യത്തിൽ വാക്കുതർക്കത്തിനൊടുവിൽ ഏറെ ആവേശത്തോടു കൂടി ഓടയ്ക്കടിയിലേക്ക് പോയി ഒളിച്ചു. പക്ഷേ എന്തായാലും അത് നമ്മൾ ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയെന്നുള്ള വാർത്ത നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സംഭവിച്ചത് കൂട്ടുകാരുമായി പിണങ്ങി അതിനുള്ളിൽ ഒളിച്ചിരിക്കാൻ പോയതാണ്. പക്ഷേ തിരിച്ചു വരാൻ പറ്റിയില്ല, പെട്ടുപോയി. പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായം വേണ്ടി വന്നു എന്നുള്ളതാണ്. രാഹുൽ KV കോഴിക്കോട് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.